Okay, then setting up environment, development environment of Android. Okay, okay ആണോ? Okay, so സിക്സ്ത് മൊഡ്യൂളിൽ കുറച്ചും കൂടി ഫർദർ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഇംപ്ലിമെൻറ്റേഷൻ കാര്യങ്ങൾ, ഓക്കെ, അതൊക്കെയാണ് കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് പോകുന്നതാണ് മൊഡ്യൂൾ 6 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓൾറെഡി നമ്മൾ പറഞ്ഞു ആൻഡ്രോയിഡ് പ്രോഗ്രാം നമ്മൾ എങ്ങനെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഒക്കെ യൂസ് ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് ജാവ ഈസ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഫോർ ആൻഡ്രോയിഡ് പ്രോഗ്രാം ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? ആണോ? എന്തായിരുന്നു ഒഫീഷ്യൽ ലാംഗ്വേജ് ആൻഡ്രോയിഡിൻ്റെ? ജാവ. ഓക്കെ, ഇപ്പോൾ ജാവയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഫോർത്ത് മൊഡ്യൂളിൽ. ഓക്കെ, സോ ഫസ്റ്റ് ജസ്റ്റ് എങ്ങനെയാണ് ഒരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്നുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് പറയാണ്. ഓക്കെ, so while double clicking the Android Studio icon, we will get a window like this. Okay, the first step is to create a simple Android application using Android Studio. When you click on Android Studio icon, it will show screen as shown below. ഓക്കെ, ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും നമുക്ക് ആൻഡ്രോയിഡ് ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്താൽ കിട്ടുക. ഓക്കെ, then after that you can start your application development by calling start a new Android Studio project. Okay, this one. Okay, so while clicking this, it will show some other window which asks application name. Okay, ഇവിടെ നമ്മൾ എന്ത് പ്രോഗ്രാമാണോ എന്ത് ആപ്ലിക്കേഷനാണോ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ആ ആപ്ലിക്കേഷൻ്റെ നെയിം we need to give it. Okay, okay, പാക്കേജ് ഡീറ്റെയിൽസ് ചോദിക്കും, ലൊക്കേഷൻ, അങ്ങനത്തെ ഉള്ള ആ ആപ്ലിക്കേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഈ ഒരു വിൻഡോയിൽ ഈ ഒരു ഫ്രെയിമിൽ ചോദിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ്, after entered application name, it going to be called select the form factors your application runs on. Here need to specify minimum SDK. Okay, സോ ഇവിടെ ഈ മിനിമം SDKs നമ്മൾ കൊടുക്കണം. അതിനുശേഷം the next level of installation should contain selecting the activity to mobile. It specifies the default layout for application. ആക്ടിവിറ്റി എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഫിഫ്ത്ത് മൊഡ്യൂളിൽ പഠിച്ച ആക്ടിവിറ്റി എന്തായിരുന്നു? ആക്ടിവിറ്റി one of the components of application components അല്ലേ? ആക്ടിവിറ്റീസ്, സർവീസസ്, ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ്, കണ്ടന്റ് പ്രൊവൈഡേഴ്സ് അല്ലേ? ഇത്രയാണ് ആപ്ലിക്കേഷൻ കമ്പോണൻസിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് അല്ലേ? ഹലോ, ഓക്കെ, സോ അതിലെ ആക്ടിവിറ്റീസ് എന്തായിരുന്നു? എന്തായിരുന്നു ആക്ടിവിറ്റീസ്? സിംഗിൾ സ്ക്രീൻ അല്ലേ? ഇറ്റ് റെപ്രസെന്റ് എ സിംഗിൾ സ്ക്രീൻ ആണോ? ഓക്കെ, സോ ഈ ഒരു SDK മിനിമം SDKs ഒക്കെ പറഞ്ഞതിന് ശേഷം വി നീഡ് ടു സെലക്ട് ദ ആക്ടിവിറ്റി ടു മൊബൈൽ. ഓക്കെ, ഇതിൽ ഏത് ലേ ഔട്ട് വേണം എന്നുള്ളത് ബൈ ഡിഫാൾട്ട് ലേ ഔട്ട്. ഓക്കെ, അതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ആൻഡ് വി നീഡ് ടു സെലക്ട് വൺ ഓഫ് ദം. ഓക്കെ, ദെൻ at the final stage it going to be open development tool to write the application code. Okay, ഈ ഒരു ലേഔട്ടും കൂടി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ we can see this window. Here we are going to develop our code. Okay, so ഇവിടെ ഈ സൈഡിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫോൾഡേഴ്സ് ഉണ്ടാവും.
ഇവിടെ ആയിരിക്കും നമ്മൾ റൈറ്റ് ചെയ്യുക. ഇത്രയും ഓക്കെ ആണോ? നിങ്ങൾ മാറ്റ്ലാബ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കോഡ് എഴുതിയിട്ടുണ്ടോ? എഴുതി നോക്കിയിട്ടുണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂ, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയൂ. ഇല്ല. ഓക്കെ, സിമിലർ ആണ് എന്ന് പറയാൻ വന്നേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് നമ്മളൊരു ആപ്ലിക്കേഷൻ, ഒരു ന്യൂ പ്രോജക്റ്റ് ചെയ്യുകയാണ്, നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ നെയിം, പാക്കേജ്, ലൊക്കേഷൻസ് കാര്യങ്ങൾ കൊടുക്കുക, ദെൻ മിനിമം SDKs കൊടുക്കുക. ഓക്കെ, ദെൻ വി നീഡ് ടു സെലക്ട് default layout. Okay, after that we can write the code for our application. ഇത്രയും ഓക്കെ ആണോ? എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഇതുപോലൊരു സ്റ്റുഡിയോയിൽ എന്തൊക്കെയാണ് ഈ സൈഡിൽ ഉണ്ടാവുക, എന്തൊക്കെ ഫോൾഡേഴ്സ് ആൻഡ് ഫയൽസ് ആണ് ഈ സൈഡിൽ കാണുക എന്നുള്ളതാണ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു സൈഡിൽ വി ഹാവ് മാനിഫെസ്റ്റ് ഫോൾഡർ, ജാവ ഫോൾഡർ, resource folder. In resource folder again we are having drawable folder, layout folder, map folder, values folder, and finally we have Gradle scripts. Okay, okay, so ഈ ഓരോ ഫോൾഡേഴ്സ് എന്താണെന്നുള്ളത്, ഈ മാനിഫെസ്റ്റ് നമ്മൾ ഈ ഒരു സിലബസിൽ തന്നെ കണ്ടിട്ടുണ്ട്, ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് .xml. ഓക്കെ, ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് .xml. ഓക്കെ, നമ്മൾ ഓൾറെഡി മുമ്പ് പഠിച്ചിട്ടുണ്ട് നമ്മുടെ കമ്പണൻസ് ഓഫ് ആൻഡ്രോയിഡ്, ബേസിക് കമ്പണൻസ് ഓഫ് ആൻഡ്രോയിഡ്, ആപ്ലിക്കേഷൻ കമ്പണൻസ്, യൂസർ ഇൻ്റർഫേസ് കമ്പണൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്പണൻസ് അല്ലേ. അപ്പോൾ ആപ്ലിക്കേഷൻ കമ്പണൻസ്, ഏതൊരു ആപ്ലിക്കേഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ കമ്പണൻസ് ഉണ്ടാകും അല്ലേ. അപ്പം നമ്മൾ അതിൽ പലതും ആക്ടിവിറ്റീസ്, സർവീസസ്, ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ്, കണ്ടന്റ് പ്രൊവൈഡേഴ്സ് ഒക്കെ ഇറ്റ് വിൽ ഇംപ്ലിമെൻറ്റ് ഇൻ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് .xml എന്ന 1-2 സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഓക്കെ, സോ ദാറ്റ് സെയിം ഫയലാണ് ഇത്, മാനിഫെസ്റ്റ് ഫോൾഡർ. ഓക്കെ, അപ്പോൾ ഈ മാനിഫെസ്റ്റ് ഫോൾഡറിൽ നമ്മുടെ ആപ്ലിക്കേഷൻസ് നെയിം ഓക്കെ ജസ്റ്റ് എഴുതി വെക്കാം. ഓക്കെ, സോ ഈ മാനിഫെസ്റ്റ് ഫോൾഡറിൽ ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ഈ മാനിഫെസ്റ്റ് ഫോൾഡറിനെ കുറിച്ച് പറയാണ്. ഓക്കെ, ഓക്കെ, ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും വി നോ ദാറ്റ് ഇറ്റ് വിൽ ഹാവ് എ നെയിം. Okay, so that application's name, its icon, and its labels related to these applications. Okay, application's name, icon, labels related to these applications, then linked libraries. Okay, linked libraries.
linked libraries. Okay, then application components. ആപ്ലിക്കേഷൻ കമ്പോണൻസിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ഹലോ, എന്തായിരുന്നു ആപ്ലിക്കേഷൻ കമ്പോണൻസ്? എന്തൊക്കെയായിരുന്നു കമ്പോണൻസ്? ആക്ടിവിറ്റി, പിന്നെ വ്യൂസ് ഇതിലുള്ളതല്ല കേട്ടോ. ഓക്കെ, വ്യൂസ് നമ്മുടെ ആപ്ലിക്കേഷൻ കമ്പോണൻസിൽ വരുന്നതല്ല. ഓക്കെ, ആക്ടിവിറ്റി ആപ്ലിക്കേഷൻ കമ്പോണൻസിൽ എന്തൊക്കെയേ ഉള്ളൂ? ആക്ടിവിറ്റീസ്, സർവീസസ്, ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ്, കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. ഓക്കെ, അഭിജിത്ത്, ഗുഡ്. ഓക്കെ, വ്യൂസ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് ഏതിൽ വരുന്നതാണ്? UI, യൂസർ ഇന്റർഫേസ് കമ്പോണൻസ്. ഓക്കെ, പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കമ്പോണൻസിൽ വരുന്നത് ഇൻറ്റന്റ് ആൻഡ് ഇൻറ്റന്റ് ഫിൽറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് പറയണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മാനിഫെസ്റ്റ് ഫയൽസിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. We have application's name, icon and labels related to application, then linked libraries, then application components. ഈ application componentsൽ വരുന്ന activities, services, content providers, ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ്, ഇതൊക്കെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഈ മാനിഫെസ്റ്റ് ഫോൾഡറിലാണ്. ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് XML ഫയൽ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, സോ ഇവിടെ ഇത് കൂടാതെ we also have components specify what kind of intent they accept with an intent field. Okay, ഇൻറ്റന്റ് ഫിൽറ്റർ കൂടി നമ്മളിവിടെ ഇൻറ്റന്റ് ഫിൽറ്റർ കൂടി നമ്മളിവിടെ ഓക്കെ. സോ ഈ ഒരു ഫയലിൽ മാനിഫെസ്റ്റ് ഫോൾഡറിൽ വി ഹാവ് ആൻഡ്രോയിഡ് manifest.xml ആൻഡ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ബേസിക് സിഗ്നേച്ചേഴ്സ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു ആൻഡ്രോയിഡ് manifest.xml ആണ്. ഓക്കെ, മാനിഫെസ്റ്റ് ഫയൽ ഓക്കെ ആണോ ഫോൾഡർ? Then we have this Java folder. എന്തിനായിരിക്കും? To store our Java code, class and everything. Okay, എല്ലാ Java codes ഒക്കെ നമ്മൾ ഈ ഒരു Java ഫോൾഡറിലായിരിക്കും നമ്മൾ സേവ് ചെയ്യുക. And the next folder is resource folder. Okay, നമുക്ക് നോൺ കോഡ് ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും വി ആർ സ്റ്റോറിങ് ഹിയർ റിസോഴ്സ് ഫോൾഡറിലാണ്. ആൻഡ് ഹിയർ വി ഹാവ് ഡ്രോയബിൾ, ലേഔട്ട്. ഓക്കെ, ലേഔട്ട് മീൻസ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടു, ജസ്റ്റ് കണ്ടു. ഇതൊക്കെ ലേഔട്ട്സ് ആണ്. ഒരു സ്ക്രീൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ചെറിയൊരു ഓക്കെ. ദെൻ മിപ്പ് മാപ്പ്. മിപ്പ് മാപ്പ് ഈസ് യൂസ്ഡ് to means layouts means we can arrange the icons and everything, and mipmap means it is used to represent icon to define it. Okay, അതിനൊക്കെയാണ് നമ്മൾ mipmap യൂസ് ചെയ്യുന്നത്. Then values, it stores the string values, color values and all. Okay, okay, so ഈ റിസോഴ്സ് ഫോൾഡർ വരെ ഓക്കെ ആയിട്ടുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. മാനിഫെസ്റ്റ് ഫയൽ, ജാവ ഫയൽ, റിസോഴ്സ് ഫയൽ. Okay, then last we have this Gradle scripts. അല്ലേ? ഈ Gradle scripts എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് വേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഓരോ കാര്യങ്ങളും ആൻഡ്രോയിഡ് manifest.xml ഉണ്ട്, ജാവ കോഡ്സ് ഉണ്ട്, നോൺ കോഡ് ആയിട്ടുള്ള കുറേ റിസോഴ്സസ് ഉണ്ട്. ഇതൊക്കെ എല്ലാം കൂടിയിട്ട് നമുക്ക് കോൺഫിഗർ ചെയ്ത് ലോഡ് ചെയ്യാൻ വേണ്ടി ദിസ് Gradle script help to. ഓക്കെ, ഈ Gradle സ്ക്രിപ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനൊരു .apk
ബിൽഡ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഗ്രാഡൽ സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, ഓക്കെ ആണോ? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡിൽ കാണുക. ഇത്രയും ഓക്കെ ആണോ? അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ജനറലായിട്ട് പറഞ്ഞതാണ് ഹൗ വി റൈറ്റ് ആൻഡ്രോയിഡ് പ്രോഗ്രാം യൂസിങ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ഓക്കെ, ഒരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയുണ്ട്, നമ്മളൊരു ന്യൂ ആപ്ലിക്കേഷന് വേണ്ടി പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ വി ഹാവ് ടു ഗിവ് ഒരു ന്യൂ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഐക്കൺ ആയിരിക്കും ക്ലിക്ക് ചെയ്യേണ്ടത്. ആൻഡ് വി ഹാവ് ടു ഗിവ് ആപ്ലിക്കേഷൻസ് നെയിം, ഇറ്റ്സ് ലൊക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റർ ചെയ്യണം. മിനിമം SDKs എൻ്റർ ചെയ്യണം. ആൻഡ് ഈ ഒരു വിൻഡോയിൽ, ഈ ലാസ്റ്റ് കണ്ട ഈ ഒരു വിൻഡോയിലാണ് നമ്മൾ കോഡ് റൈറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ബിഫോർ ദാറ്റ് വി ഹാവ് ടു സെലക്ട് എ ഡിഫാൾട്ട് ലേ ഔട്ട്, അല്ലേ? എങ്ങനെയാണ് ഐക്കൺസ് അറേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളൊരു ഡിഫാൾട്ട് ആയിട്ടുള്ളൊരു ലേ ഔട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ റൈറ്റ് ദ കോഡ് ഫോർ അവർ ആപ്ലിക്കേഷൻ in this window. Okay, so all the basic ആയിട്ടുള്ള basic signatures of Android അതൊക്കെ നമ്മുടെ ഈ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഡോട്ട് XML ആയിരിക്കും റൈറ്റ് ചെയ്യുക. ജാവ കോഡ്സ് ഒക്കെ ഈ ജാവ ഫോൾഡറിലായിരിക്കും റൈറ്റ് ചെയ്യുക. ഓക്കെ, നോൺ കോഡ് റിസോഴ്സസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അബൌട്ട് ലേഔട്ട്സ്, മിപ്മാപ്പ്, വാല്യൂസ്, ഡ്രോയബിൾ, എവറിത്തിങ് വിൽ ബി സ്റ്റോർഡ് അണ്ടർ ദിസ് റിസോഴ്സ് ഫോൾഡർ. ആൻഡ് ഗ്രാഡൽ സ്ക്രിപ്റ്റ് നമുക്ക് ലാസ്റ്റ് നമ്മുടെ പ്രൊജക്റ്റ് ഒരു .apk ആയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് ചെയ്യുന്നത് ഗ്രാഡൽ സ്ക്രിപ്റ്റ്സ് ആണ്. ഓക്കെ, സോ ഇത്രയും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചറിലേക്ക് പോകാം. അവർ ഫസ്റ്റ് ടോപ്പിക് ആപ്ലിക്കേഷൻ സ്ട്രക്ചർ. ഓക്കെ, സോ ആപ്ലിക്കേഷൻ സ്ട്രക്ചർ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെയും അണ്ടറിൽ വരുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ അനോട്ടമി ഓർ ആപ്ലിക്കേഷൻ സ്ട്രക്ചർ. ഈ സെയിം ഡയഗ്രാം, ഈ സെയിം ഫിഗറിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അണ്ടറിൽ വരിക. ഓക്കെ, സോ SRC means source files. So okay, so it contains the .java source files for your project. By default, it includes an main activity.java source file having an activity class that runs when your app is launched using an app icon. Okay, so നമ്മൾ already നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആക്ടിവിറ്റി ക്ലാസ് ഒക്കെ ഓൾറെഡി ഉണ്ട്. നമുക്കൊരു ആക്ടിവിറ്റി ഡിഫൈൻ ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഡിഫൈൻ എ സബ് ക്ലാസ് ഓഫ് ദാറ്റ് ആക്ടിവിറ്റി എന്നുള്ളത് ഓൾറെഡി മൊഡ്യൂൾ 5 നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, സോ എല്ലാ .java ഫയൽസ്, എല്ലാ ജാവ കോഡും വരുന്ന ഫയൽസ് ഒക്കെ ഈ SRC സോഴ്സ് ഫയൽ, ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ എന്നേ ഉള്ളൂ. SRCയിലാണ്. സോ ആപ്ലിക്കേഷൻ സ്ട്രക്ചറിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ഈ SRC GN, bin, resource or layout, then ഫൈനലായിട്ട് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഡോട്ട് XML. ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. ഓക്കെ, അതിൽ SRC ഫയൽ, സോഴ്സ് ഫയലിലാണ് നമ്മുടെ ജാവ സോഴ്സ് ഫയൽ, ജാവ കോഡ്സ് ഒക്കെ ഉള്ളത്. ഓക്കെ, ആൻഡ് ആക്ടിവിറ്റി ക്ലാസ് ഉള്ളത് എവിടെയാണ്? നമ്മുടെ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ സോഴ്സ് ഫയലിലായിരിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ, പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, നമ്മൾ ആക്ടിവിറ്റീസ് എന്നുള്ള ഒരു മൊഡ്യൂൾ 5 നമ്മൾ ആക്ടിവിറ്റീസ് കണ്ടിരുന്നു അല്ലേ? എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക ചോദിക്കുമ്പം പബ്ലിക് ക്ലാസ് my activity extends activity എന്ന് കണ്ടിരുന്നു അല്ലേ? നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ we are defining that those features in our
class my activity which is defined as a subclass of this activity class അല്ലേ ഓൾറെഡി ഒരു ആക്ടിവിറ്റി ക്ലാസ് അതുപോലെ തന്നെ സർവീസ് ക്ലാസ് ബ്രോഡ്കാസ്റ്റ് റിസീവർ ക്ലാസ് കണ്ടന്റ് പ്രൊവൈഡർ ക്ലാസ് ഒക്കെ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ മൊഡ്യൂൾ 5 പറഞ്ഞിരുന്നു ആ ബേസ് ക്ലാസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഒരു ആക്ടിവിറ്റി എന്നുള്ള ഒരു ബേസ് ക്ലാസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഒരു ബേസ് ക്ലാസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഒരു ആക്ടിവിറ്റി ക്ലാസ് എവിടെയാണ് ഉണ്ടാവുക നമ്മുടെ സോഴ്സ് ഫയൽസിൽ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ സോഴ്സ് ഫയൽ ആയിരിക്കും ഉണ്ടാവുക അത്രേ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ ദെൻ നെക്സ്റ്റ് gn this contains the R file, a compiler generated file that references all the resources found in your project. It should not be modified. Okay, so നമ്മൾ വൺസ് നമ്മുടെ കമ്പൈൽഡ് ആയിട്ടുള്ള ഫയൽസ് ഒക്കെയാണ് ഈ gn ഫോൾഡറിൽ ഉണ്ടാവുക ഓക്കെ കമ്പൈൽഡ് ആയിട്ടുള്ള ഫയൽസ് ആണ് ഈ gn കൊണ്ട് ഉണ്ടാവുക നെക്സ്റ്റ് bin means .apk build okay .apk ആ ഒരു ഫയൽസ് .apk ഫയൽസ് ഒക്കെയാണ് ബിന്നിൽ സോ ഓക്കെ ഇറ്റ് കണ്ടെയ്ൻസ് ദ ആൻഡ്രോയിഡ് പാക്കേജ് ഫയൽസ് .apk built by the ADT during the build process and everything that is needed to run an Android application. Okay, ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്യാനുള്ള എല്ലാതും ഈ ഒരു ബിന്നിലുണ്ട് ഓക്കെ ഓക്കെ അല്ലേ then resources or layout okay non code ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ and also that files define your applications user interface okay layout കാര്യങ്ങൾ drawable values map ഒക്കെ ഈ ഒരു റിസോഴ്സസിന്റെ അണ്ടറിൽ വരുന്നതാണ് okay non code ആയിട്ടുള്ള കാര്യങ്ങൾ then last we have Android manifest XML which defines the basic signatures of our Android okay describes the fundamental characteristics of the app and define each of its component okay അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആക്ടിവിറ്റി അല്ലേ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് .xml എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു the application's name, icon, label, linked libraries, application components, activities, services, content providers, broadcast receivers, intent filters. ഇത്രയും പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കമ്പോണൻസിൽ കമ്പൽസറി ആയിട്ട് എപ്പോഴും ഇപ്പം നമ്മൾ പറയാറുണ്ട് CPP പ്രോഗ്രാം ആണ് എഴുതുന്നുണ്ടെങ്കിൽ മെയിൻ ഫങ്ഷൻ ഉറപ്പായിട്ടും വേണം കമ്പൽസറി ആണെന്ന് പറയാറുണ്ട് അല്ലേ അതുപോലെ ആപ്ലിക്കേഷൻ കമ്പോണൻസിൽ ഈ ഒരു ആക്ടിവിറ്റീസ് കമ്പൽസറി ആണ് ഉറപ്പായിട്ടും വേണം ആൻഡ് ദ റെസ്റ്റ് സർവീസസ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ് ആൻഡ് ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് ആർ ഓപ്ഷണൽ ഓക്കെ ആക്ടിവിറ്റീസ് നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കണം ഇത്രയും ഓക്കെയാണോ ഓക്കെ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആപ്ലിക്കേഷൻ സ്ട്രക്ചർ മാത്രമാണ് ഓക്കെ സോഴ്സ് gn bin resource Android manifest okay simply this diagram can be said as the anatomy of structure Android structure okay ഈ ഡയഗ്രാം വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ എടുത്തോ മാറ്റട്ടെ ഓക്കെ നോട്ട്സ് ഉണ്ടല്ലോ പോയിന്റ്സ് ആയിട്ടേ ഉള്ളൂ ആ പോയിന്റ്സ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം ഓക്കെ
അയ്യോ ഞാൻ പറഞ്ഞിരുന്നു, ഞാനിത് ഓഫായത് ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ. സോറി ഫോർ ദാറ്റ്. ഓക്കെ, ജസ്റ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് .xml.ഫയലിലുള്ള കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ ഓഫ് യുവർ പാക്കേജ്. ഓക്കെ, ഓൾറെഡി പറഞ്ഞു ആപ്ലിക്കേഷൻ കമ്പോണൻസ് ഒക്കെ വി ആർ ഡിഫൈനിങ് ഹിയർ. അതിൽ ആക്ടിവിറ്റീസ് ഈസ് കമ്പൾസറി ആൻഡ് ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഓപ്ഷണലാണ് എന്നുള്ളത് ഓക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അതിൻ്റെ വേറൊരു ടാസ്കുകളാണ് അതൊക്കെ. റെസ്പോൺസിബിൾ ടു പ്രൊട്ടക്ട് ദ ആപ്ലിക്കേഷൻ to access any protected part by providing permissions, and it declares the Android API that the application is going to use. And also it lists the instrumentation classes. Okay, profiling and other informations. Okay, instrumentation classes are provided here, and it will be removed just before the application is published. Okay, ഈ ഒരു ആൻഡ്രോയിഡ് manifest.xml ഫയൽ ഏതൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഈ ഒരു ആൻഡ്രോയിഡ് manifest.xml ഫയൽ കമ്പൾസറി ആണ്, ഉണ്ടായിരിക്കണം. This is the required XML file for all the Android application, and it is located inside the root directory. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ്രോയിഡ് manifest.xml ഫയൽ. ഓക്കെ, ഇത്രയും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ സ്ട്രക്ചർ പറഞ്ഞു ആൻഡ് manifest.ഫയലിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ കണ്ടൻസ് ഓഫ് ആൻഡ്രോയിഡ് manifest.xml ഫയൽ. ഓക്കെ, ചെറിയൊരു കോഡൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. Attendance. Abhijit? Present, Miss.